വാർത്തകൾ തുടരുന്നു. കടൽ കടന്നെത്തിയതാണെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമായിരുന്നു ചവിട്ടുനാടകം. ഇന്ന് ചവിട്ടുനാടകം കലോത്സവ വേദികളിലേക്ക് മാത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലും ചവിട്ടുനാടകത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കലാകാരന്മാർ ഇപ്പോഴുമുണ്ട്. അതിനുദാഹരണമാണ് കൊച്ചി വൈപ്പിനിലുള്ള അലക്സ് തോളുപാടത്തും ശിഷ്യരും. യൂറോപ്യൻ കഥകളും ഒപ്പേറ ചുവടുകളുമായി വന്ന മിഷണറിമാരാണ് ചവിട്ടുനാടകത്തെ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത്. മത്സ്യത്തൊഴിലാളികളായ ജനതയുടെ ഉന്മേഷത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് ഈ കലാരൂപത്തിന് തുടക്കം കുറിച്ചതെങ്കിലും വളരെ വേഗം തന്നെ ചവിട്ടുനാടകം ആസ്വാദകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അഭിനയം, ചുവട്, വേഷം, ചമയം തുടങ്ങിയവയ്ക്കാണ് ചവിട്ടുനാടകത്തിൽ പ്രാധാന്യം. കഥകളി, മോഹിനിയാട്ടം, കളരിപ്പയറ്റ് തുടങ്ങിയ കേരളത്തിന്റെ തനത് കലകളുടെ കൂടിച്ചേരലും ചവിട്ടുനാടകത്തിൽ കാണാൻ സാധിക്കും. രാജകീയ വേഷത്തിൽ കഥയ്ക്ക് അനുയോജ്യമായ സന്ദർഭത്തിന് പറ്റുന്ന മുഖഭാവങ്ങളും ചുവടുകളുമാണ് ചവിട്ടുനാടകത്തിന്റെ പ്രത്യേകത. ക്രൈസ്തവ പാശ്ചാത്യ കഥകൾക്കപ്പുറം ഇന്ന് ആനുകാലിക കഥകളും പുരാണങ്ങളും ചവിട്ടുനാടകത്തിന്റെ കഥകളാകുന്നു. കടൽ കടന്ന് അബുദാബിയിൽ വരെ ചവിട്ടുനാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അലക്സ് തോളുപാടത്ത് എന്ന കലാകാരനും ശിഷ്യരും. ചവിട്ട് നാടകം എന്നുള്ളത് തട്ടുപൊളിപ്പൻ നാടകം എന്നും പറയപ്പെടും. അപ്പോൾ ചവിട്ട് എന്നത് പലക ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ബീപ്പ ഇട്ടിട്ട് സ്വരം കേൾക്കാവുന്ന രീതിയിലാണ് ചവിട്ടുനാടകത്തെ പണ്ട് കാലത്ത് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഏകദേശം 5 ദിവസം തുടങ്ങി 8 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഈ നാടകം കളിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും പറയപ്പെടുന്നത് ചൂട്ടും കത്തിച്ച് രസകരമായൊരു അന്തരീക്ഷത്തിൽ ഈ ഗ്രാമത്തിലെ ആളുകൾ ഉല്ലസിച്ചിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. അതുപോലെ തന്നെ ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമാണ് ഈ ചവിട്ടുനാടകം നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആദ്യ നാടകം ചവിട്ടുനാടകത്തിലെ കാറൽമാൻ എന്ന് പറയുന്ന ചവിട്ടുനാടകമാണ്. അപ്പോൾ കാറൽമാൻ എന്ന് പറയുന്ന ചവിട്ടുനാടകത്തോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കഥകൾ മെനയപ്പെട്ട നാടകങ്ങളുണ്ടായിരുന്നു. 4 ദിവസം വരെ നീണ്ടുനിന്ന ചവിട്ടുനാടകം ഇന്ന് മിനിറ്റുകളിൽ ഒതുങ്ങുന്നു. പാട്ടിലെയും പറച്ചിലെയും തമിഴ് ചുവ മാറി പച്ച മലയാളമായി. ഇങ്ങനെ പല മാറ്റങ്ങളും ഈ കലയ്ക്ക് സംഭവിക്കുന്നു. കടൽ കടന്നെത്തിയ ചവിട്ടുനാടകത്തെ ഇരുകൈകളും നീട്ടിയാണ് മലയാളക്കര സ്വീകരിച്ചത്. അധ്വാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥ പറയുന്ന ഈ കലാരൂപത്തിൻ്റെ ചാകരക്കാലം വരട്ടെ എന്ന പ്രതീക്ഷയോടെ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം വിഷ്ണു പുതുശ്ശേരി, അമൃത ന്യൂസ്, കൊച്ചി.